ഇപ്പോഴത്തെ ട്രെൻഡിങ് ആയ ഡ്രസ്ലെസ് കേക്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ് കേട്ടോ നമ്മളിന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ ഇത് സാധാരണ ഉണ്ടാക്കുന്ന രീതിയിലല്ല ഞാനിപ്പോൾ റെഡിയാക്കുന്നത്. തീയൊന്നും കത്തിക്കേണ്ട ആവശ്യമില്ല, കുട്ടികൾക്ക് വരെ റെഡിയാക്കാൻ പറ്റുന്ന രീതിയിലാണ് നമ്മളിപ്പോൾ ഇത് റെഡിയാക്കാൻ പോകുന്നത്. എന്നാൽ നല്ല ടേസ്റ്റുമാണ്. ഇതൊന്നും ഉണ്ടാക്കി കഴിച്ചു നോക്കാൻ വേണം, എന്നാലേ ആ ടേസ്റ്റ് എത്രത്തോളം ഉണ്ടെന്നൊന്നും മനസ്സിലാവുള്ളൂ കേട്ടോ. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കാൻ നോക്കാം. അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ ഞാനിവിടെ ഒരു ബൗളിലേക്ക് ഒരു 1/2 കപ്പ് വിപ്പിംഗ് ക്രീം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ലൂസായ വിപ്പിംഗ് ക്രീമാണ് കേട്ടോ. പിന്നെ ഞാനതിലേക്ക് 1 കപ്പ് പാലും കൂടെ ഒഴിച്ചു കൊടുക്കുകയാണ്. തണുത്ത പാലാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്യൊന്നും വേണ്ട, ബീറ്റ് ചെയ്യുന്നതിന് മുമ്പാണ് നമ്മൾ ഒഴിച്ചു കൊടുക്കേണ്ടത്. വിപ്പിംഗ് ക്രീം 1/2 കപ്പ് മതി, പാല് അതിൻ്റെ ഇരട്ടി എടുക്കണം. അപ്പോൾ 1 കപ്പ് പാലും ഒഴിച്ചു കൊടുത്തു കേട്ടോ. ഇനി നമുക്കിതിലേക്ക് മധുരം വേണമല്ലോ. അപ്പോൾ മധുരത്തിന് വേണ്ടിയിട്ട് ഞാനിവിടെ മിൽക്ക് മെയ്ഡാണ് ചേർക്കുന്നത്. ആ മിൽക്ക് മെയ്ഡ് എത്രയാണെന്ന് വെച്ചാൽ നമുക്ക് ചേർത്തിട്ട് മധുരം ഇല്ലേ നോക്കാം. കുറവാണെന്ന് തോന്നിയാൽ പിന്നെയും ചേർത്ത് കൊടുക്കാം കേട്ടോ. അങ്ങനെ വേണം നമ്മൾ ചെയ്യാൻ. അപ്പോൾ ഈ ഒരു വെള്ളത്തിന്, ഈ ഒരു മിക്സിന് അത്യാവശ്യം മധുരം വേണം, ഒരുപാടെന്നല്ല, എന്നാലും അത്യാവശ്യം ഒരു മധുരം വേണതിന്. മിൽക്ക് മെയ്ഡൊക്കെ ചേർത്ത് മിക്സ് ചെയ്ത ശേഷം ഞാനിപ്പോൾ ഇതിലേക്ക് കുറച്ചൊരു പിസ്തയുടെ എസൻസും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ജസ്റ്റ് ആ ഒരു പിസ്തയുടെ ഒരു പച്ച കളറും അതേപോലെ തന്നെ ഒരു ഫ്ലേവറും വരാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത് വേണം നിർബന്ധം ഒന്നുമില്ല, ഇത് വേണ്ടെങ്കിൽ നമുക്ക് ഒഴിവാക്കാം. അതല്ല ഇനി സ്ട്രോബെറിയുടെ ഒക്കെ ചേർക്കണമെങ്കിൽ അതും ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇപ്പോൾ നമ്മുടെ ഈ വെള്ളത്തിൻ്റെ മിക്സ് ഇവിടെ റെഡിയായി. അപ്പോൾ നമുക്ക് ഇതിനെവിടെ ഒന്ന് മാറ്റി വെക്കാം. ഇനി നമുക്ക് പെട്ടെന്ന് തന്നെ നമ്മുടെ കേക്ക് റെഡിയാക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാത്രം എടുത്തിട്ടുണ്ട് കേട്ടോ. ഞാൻ ഇങ്ങനത്തെ ഒരു ചതുരത്തിലുള്ള ഒരു ഗ്ലാസിൻ്റെ പാത്രമാണ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് അതിൻ്റെ താഴെ നമ്മളിപ്പോൾ റെഡിയാക്കിയില്ല ആ ഒരു മിക്സ്, അതിൽ നിന്ന് കുറച്ചെടുത്തിട്ട് ഇതിൻ്റെ താഴെ ഒന്ന് ഒഴിച്ചു കൊടുക്കണം. എന്നിട്ട് നമുക്ക് വേണ്ടത് ബ്രെഡാണ്. അപ്പോൾ ബ്രെഡിൻ്റെ സൈഡൊക്കെ നമ്മൾ കട്ട് ചെയ്തിട്ടാട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ബ്രെഡിൻ്റെ പീസസ് നമുക്ക് ഇതിലിങ്ങനെ വെച്ച് കൊടുക്കാം. എല്ലാ ഭാഗത്തും ഒന്ന് കവർ ചെയ്യുന്ന രീതിയിൽ തന്നെ വെച്ച് കൊടുക്കാം. എല്ലാവർക്കും അറിയുന്നുണ്ടാവും സാധാരണ ഇത് കേക്ക് വെച്ചിട്ടാണ് ഉണ്ടാക്കൽ, പക്ഷേ അതിനേക്കാളൊക്കെ സിമ്പിളായിട്ട് ഉണ്ടാക്കുന്ന രീതിയാട്ടോ നമ്മളിപ്പോൾ കാണിക്കുന്നത്. ബ്രെഡ് വെച്ചിട്ട് എല്ലാ ഭാഗവും കവർ ചെയ്ത ശേഷം നമ്മൾ വീണ്ടും ഈ മിക്സ് ഇതിൻ്റെ മുകളിൽ ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ ബ്രെഡ് തീരെ കാണരുത്, ആ രീതിയിൽ ബ്രെഡിൻ്റെ എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ വേണം നമ്മളിത് ഒഴിച്ചു കൊടുക്കാൻ കേട്ടോ. എന്നാലും ഇത് നന്നായിട്ട് ബ്രെഡിലേക്ക് അങ്ങോട്ട് ഇറങ്ങിച്ചെല്ലുള്ളൂ, അതിന് വേണ്ടിയിട്ടാണ്. അതിന് ശേഷം നമ്മൾ ചെയ്യേണ്ടത്, ഇത് വിപ്പിംഗ് ക്രീമാണ്. വിപ്പിംഗ് ക്രീം ഞാൻ ബീറ്റ് ചെയ്തിട്ട് എടുത്തതാണ് കേട്ടോ. ഇനി നമുക്ക് ഈ വിപ്പിംഗ് ക്രീം ഇതിൻ്റെ മുകളിലാക്കി കൊടുക്കാം. അപ്പോൾ വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്യുന്നതൊന്നും ഞാൻ കാണിച്ചിട്ടില്ല, കാരണം ഇപ്പോൾ എല്ലാവർക്കും അറിയുന്നതല്ലേ ബീറ്റ് ചെയ്യുന്നത്, എല്ലാവർക്കും കേക്ക് ഉണ്ടാക്കാനൊക്കെ അറിയുന്നത്. അതുകൊണ്ട് വെറുതെ ടൈം കൂട്ടേണ്ടെന്ന് വെച്ചിട്ട് വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്യുന്നത് ഞാൻ കാണിച്ചിട്ടില്ല കേട്ടോ. എന്നിട്ട് അതിൻ്റെ മുകളിൽ നമ്മൾ അടുത്ത ലെയർ വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ അതും നേരത്തെ വെച്ച പോലെ തന്നെ വെക്കുക. പിന്നെ വിപ്പിംഗ് ക്രീം മധുരമില്ലാത്ത വിപ്പിംഗ് ക്രീം ആണെങ്കിൽ നമ്മൾ ബീറ്റ് ചെയ്യുന്ന ടൈമിൽ ഷുഗർ ആഡ് ചെയ്യാൻ മറക്കരുത്. ഐസിങ് ഷുഗറോ അല്ലെങ്കിൽ പഞ്ചസാര പൊടിച്ചതോ ആഡ് ചെയ്തിട്ട് വേണം നമ്മൾ ബീറ്റ് ചെയ്തിട്ട് എടുക്കാൻ കേട്ടോ. ഇനി നമ്മൾ നേരത്തെ ചെയ്ത് അതേപോലെ തന്നെ റിപ്പീറ്റ് ചെയ്യാം. അപ്പോൾ നമുക്കിത് എത്ര ലെയർ വെയിറ്റ് വേണമെങ്കിലും സെറ്റ് ചെയ്യാം. ഇപ്പോൾ എൻ്റെ ഈ പാത്രത്തിൻ്റെ ഹൈറ്റ് കുറച്ച് കൂടുതലായതുകൊണ്ട് ഞാനിതൊരു 3 ലെയറായിട്ടാണ് സെറ്റ് ചെയ്യുന്നത്. അല്ല നിങ്ങളത് ഒന്നുകൂടി പരന്ന ട്രേ ആണെന്നുണ്ടെങ്കിൽ 2 ലെയറൊക്കെ തന്നെ മതിയാവും കേട്ടോ. അപ്പോൾ ഇതേ സെയിം പ്രോസസ്സ് തന്നെയാണ് ഓരോ ലെയർ ചെയ്യുമ്പോഴും. നല്ല ടേസ്റ്റാണ് കേട്ടോ ഇത് കഴിക്കാത്തവരാണെങ്കിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്തൊക്കെ, ഒരു മസ്റ്റ് ട്രൈ ആയിട്ടാണ്, അത്രയും ടേസ്റ്റാണ്. അപ്പോൾ നമ്മുടെ ഫൈനൽ ലെയറും നമ്മൾ വെച്ചു. അതിൻ്റെ മുകളിൽ ഞാൻ നേരത്തെ ചെയ്ത അതേപോലെ തന്നെ ഈ ഒരു വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഈ വെള്ളം കംപ്ലീറ്റ് ഒഴിച്ച് തീർക്കരുത് കേട്ടോ, ഇത് നമുക്ക് ബാക്കി വേണം, കാരണം അതൊഴിച്ചിട്ട് വേണം നമുക്കിനി ഇത് സെർവ് ചെയ്യാൻ. അപ്പോൾ ഇതിൻ്റെ മുകളിലത്തെ ലെയർ ഒഴിച്ച ശേഷം പിന്നെ ഞാൻ അതിൻ്റെ മുകളിൽ, നമ്മളെല്ലാവരും കണ്ടിട്ടുണ്ടാവും അതിൻ്റെ ഫോട്ടോ, ഇങ്ങനെ സ്റ്റാർ നോസിൽ വെച്ച് വിപ്പിംഗ് ക്രീം ചെയ്തിട്ടുള്ളൊരു ഡിസൈൻ ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ ഞാൻ അതേ ഡിസൈൻ ചെയ്തിട്ട് എടുക്കുകയാണ്. സ്റ്റാർ നോസിൽ ഇട്ടിട്ടാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ മുകളിൽ വേണമെങ്കിൽ കുറച്ചുകൂടെ വിപ്പിംഗ് ക്രീം ആക്കിയിട്ടൊന്ന് പരത്തി കൊടുക്കുക. ഞാനിപ്പോൾ ഒന്നും ചെയ്തിട്ടില്ല. അപ്പോൾ ഞാൻ കംപ്ലീറ്റ് ഇതേപോലെ ചെയ്ത ശേഷം ഇനി ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് പിസ്തയുടെ സ്ലൈസസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ പിസ്തയുടെ ഇത് ഇട്ട് കൊടുക്കുമ്പോഴും ഒരുപാട് അങ്ങ് നിരത്തിയിടണ്ട, കുറച്ച് ഇട്ടാൽ മതി. ആ സ്റ്റാറിൻ്റെ ഡിസൈൻ ഇങ്ങനെ കാണണം, അതാണ് അതിൻ്റെ ഒരു ഭംഗി കേട്ടോ. അപ്പോൾ നമ്മളിത് സെർവ് ചെയ്യുന്ന സമയത്ത് എങ്ങനെയാണെന്ന് ഒരുവിധം എല്ലാവർക്കും അറിയുന്നുണ്ടാവും കേട്ടോ. എന്നാലും ഞാൻ പറയുകയാണെങ്കിൽ നമ്മൾ നേരത്തെ എടുത്ത് വെച്ച ആ മിക്സ് ഇതിൻ്റെ മുകളിലൂടെ ഒഴിച്ചിട്ട് വേണം നമ്മൾ സെർവ് ചെയ്യാൻ. അപ്പോൾ ഇതെല്ലാം ഇട്ട് റെഡിയാക്കിയ ശേഷം നമുക്കിനി ഇതിനെ ഫ്രിഡ്ജിലേക്ക് വെക്കാം. നന്നായിട്ട് തണുപ്പിച്ചിട്ട് വേണം കേട്ടോ കഴിക്കാൻ. ഇപ്പോൾ നല്ലോണം തണുത്ത ശേഷം ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് എടുത്താൽ കേട്ടോ. അപ്പോൾ ഇതിൻ്റെ സൈഡിൽ നിന്നൊരു ഭാഗം ഞാൻ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് ഒന്ന് കട്ട് ചെയ്തിട്ട് എടുത്തതാണത്, അല്ലാതൊന്നുമല്ല. അപ്പോൾ ഇത് ഇങ്ങനെയാണ് നമ്മൾ ഇനി നന്നായിട്ട് തണുപ്പിച്ചിട്ട് വേണം കഴിക്കാൻ. എന്നിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതുപോലെ ഈ മിക്സ് ഇതിൻ്റെ മുകളിൽ അങ്ങ് ഒഴിച്ചു കൊടുത്തിട്ട് കഴിക്കാം. അപ്പോൾ ഇത് വേറെ പാത്രത്തിലേക്ക് ആക്കണം എന്നൊന്നുമില്ല കേട്ടോ, ഇതിൽ തന്നെ കഴിച്ചാൽ മതി. ഞാൻ ഫോട്ടോയിലൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഒരു പീസ് കട്ട് ചെയ്തിട്ട് എടുത്തു എന്നേ ഉള്ളൂ. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നല്ല സിമ്പിളായിട്ട് റെഡിയാക്കാം. അപ്പോൾ എല്ലാവരും എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഇൻഷാ അല്ലാഹ് നാളെ മറ്റൊരു നല്ല വീഡിയോയുമായിട്ട് നമുക്ക് നാളെ വീണ്ടും കാണാം.